1978-ൽ 18 വയസ്സിൽ തിരനോട്ടം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം ചിത്രം 25 വർഷത്തേക്ക് റിലീസ് ചെയ്യാൻ വൈകി. 1980-ൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പ്രണയചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. അതിൽ അദ്ദേഹം പ്രതിനായക വേഷം ചെയ്തു. വില്ലൻ വേഷങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിൽ ദ്വിതീയ നായക വേഷങ്ങളിലേക്ക് ഉയർന്നു. 1980കളുടെ മധ്യത്തോടെ അദ്ദേഹം ഒരു മികച്ച മുൻനിര നടനായി സ്വയം സ്ഥാപിക്കുകയും 1986-ൽ നിരവധി വിജയകരമായ ചിത്രങ്ങളിൽ അഭിനയിച്ചതിനുശേഷം താരപദവി നേടുകയും ചെയ്തു. ആ വർഷം പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ക്രൈം നാടകം അദ്ദേഹത്തിന്റെ താരപദവി വർദ്ധിപ്പിച്ചു. മലയാള സിനിമകളിൽ അഭിനയിക്കാൻ മോഹൻലാൽ ഇഷ്ടപ്പെടുന്നു, പക്ഷേ മറ്റു ഭാഷാ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന മലയാളമല്ലാത്ത ചില ചിത്രങ്ങളിൽ തമിഴ് രാഷ്ട്രീയ നാടകമായ ഇരുവർ 1997, ഹിന്ദി ക്രൈം നാടകമായ കമ്പനി 2002, തെലുങ്ക് ചിത്രം ജനത് ഗാരേജ് 2016 എന്നിവ ഉൾപ്പെടുന്നു. മോഹൻലാൽ 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുണ്ട്. മികച്ച നടൻ, ഒരു പ്രത്യേക ജൂറി പരാമർശം, അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി അവാർഡ്, മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ്, നിർമ്മാതാവ് എന്ന നിലയിൽ, കൂടാതെ 9 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഫിലിം ഫെയർ അവാർഡ് സൗത്ത് അവാർഡുകളും മറ്റ് നിരവധി അംഗീകാരങ്ങളും. 2010-ൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും 2018-ൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഓണറി ഡോക്ടറേറ്റുകൾ നേടി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മോഹൻലാൽ പേരുകേട്ടയാളാണ്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉയർന്ന സ്വാധീനം ചെലുത്തുന്നതും കേന്ദ്രീകൃതവുമായ പരിപാടികൾ സൃഷ്ടിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ലാഭേച്ഛയില്ലാത്ത ഒരു ചാരിറ്റബിൾ സ്ഥാപനമായ വിശ്വശാന്തി ഫൗണ്ടേഷൻ അദ്ദേഹം സ്ഥാപിച്ചു.